അപ്പോൾ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. ചോദ്യങ്ങൾ നേരിടാൻ സിനോജ് വന്നു നിൽക്കുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം അട്ടിമറിക്കപ്പെടുന്നതായി പരാതി. അർഹതയില്ലാത്തവർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടുമ്പോൾ യഥാർത്ഥ ഭിന്നശേഷിക്കാർ തെരുവിൽ പാട്ടുപാടിയും ലോട്ടറി വിറ്റും നടക്കുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. അർഹതയില്ലാത്തവർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് സർക്കാർ തടയുന്നില്ലെന്ന് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആരോപിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ഭിന്നശേഷി കമ്മീഷൻ. നമുക്ക് വേണ്ടി മാത്രമുള്ള കമ്മീഷനാണത്. ഭിന്നശേഷി കമ്മീഷണർ അല്ലെ ഭിന്നശേഷി കമ്മീഷണർ എത്തുന്ന ഒരു പ്രസ്താവനയോ ഇതിന് അന്വേഷണം നടത്തണമെന്ന് യാതൊരു വിധ വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ സർക്കാർ ഏജൻസികൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യണം? യഥാർത്ഥ ഭിന്നശേഷിക്കാർക്ക് തന്നെയാണ് ഈ പറഞ്ഞ മെഡിക്കൽ ബോർഡ് കിട്ടുന്നതെന്ന് ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജന്മന വൈകല്യമുള്ള ആളുകൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അവർ റോട്ടിൽ പാട്ട് പാടുകയാണ്. ഈ ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം നേടുന്ന ആളുകൾക്കും യാതൊരു രക്ഷയില്ല. ഞാൻ 97 എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ പ്രായം കഴിഞ്ഞു. അപ്പോൾ അത്രയും നേരം കാത്തിരുന്നിട്ടും എനിക്ക് യാതൊരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വിളിക്കുക അല്ലെങ്കിൽ ഒരു നിയമനം തരിക ഒന്നും ഉണ്ടായിട്ടില്ല. ടോട്ടലി ബ്ലൈൻഡാണ് ഞാൻ. ശരിക്കും പറയുന്നത് കേരളത്തിൽ നമ്മൾ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നാണ്. പക്ഷേ എവിടെയാണ് ഈ സൗഹൃദമായിരിക്കുന്നത് മനസ്സിലായില്ല ഇതുവരെ. ഞങ്ങൾ വന്നപ്പെടുന്ന ഒരു സ്ഥലത്തും സൗഹൃദമായതായിട്ട് കാണില്ല. സർക്കാർ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ 4 ബ്ലൈൻഡാണ്. ആകെ വരുമാനമാർഗം ഞാൻ തന്നെയാണ്. ഇപ്പോൾ പല ഇൻ്റർവ്യൂകളും പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ജോലി കിട്ടിയില്ല. അപ്പോഴാണ് ഇപ്പോൾ നമ്മളെ പേരും പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി സാധ്യതകൾ തട്ടിയെടുക്കുന്നത്. അപ്പോൾ വ്യാജന്മാരെ കണ്ടെത്തി അർഹരെ നിയമിക്കുക, അതാണ് നമ്മളെ ആവശ്യം. സിനോജ് തോമസ് എത്തുന്നു നമുക്കൊപ്പം. സിനോജ് തോമസ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. അർഹർക്ക് ജോലിയില്ല, അനർഹർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുമായി എത്തി ജോലി കൊടുക്കുന്നു. ഇത് എന്തൊരു വകുപ്പാണ്? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് സിനോജ്? സുജയ പാർവതി, സർട്ടിഫിക്കറ്റ് വ്യാജമല്ല. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആൾക്ക് അതിന് യോഗ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം ഈ ഭിന്നശേഷിക്കാർ രംഗത്ത് വരാനും കാരണം അതാണ്. പോലീസിൽ പരാതി നൽകിയിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. സർക്കാരിന് ശ്രദ്ധയിൽ വന്നതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണ് തട്ടിപ്പ് നടന്നത്. എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ ഭിന്നശേഷിക്കാർക്കുള്ള നിയമനങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അത് മറപിടിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത്. മെഡിക്കൽ ബോർഡാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്. പക്ഷേ ഇത് വാങ്ങുന്ന ആളുകൾ ഇത് യോഗ്യരാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. പോലീസിൽ പരാതി നൽകിയപ്പോഴും പോലീസ് ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ എന്ന് മാത്രമാണ് അന്വേഷിച്ചത്. അത് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്ന് കണ്ടെത്തി പോലീസ് അന്വേഷണം പലതലത്തിൽ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പണം കൊടുത്തുകൊണ്ട് ഈ മെഡിക്കൽ ബോർഡിനൊക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് ഇടനിലക്കാർ വഴി ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് നിയമനങ്ങൾ സ്വന്തമാക്കുന്നുവെന്നാണ് ആരോപണമുള്ളത്. ഇതിൽ ഇടപെടേണ്ടത് ആരോഗ്യവകുപ്പാണ്. ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന ആളുകളെ വീണ്ടും മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കി അവർക്ക് പരിശോധന നടത്തി യഥാർത്ഥത്തിൽ അവർ ഭിന്നശേഷിക്കാർ തന്നെയാണോ, ഈ ജോലി നേടാൻ യോഗ്യരായവരാണോ എന്ന് പരിശോധിക്കേണ്ടത് ആദ്യത്തെ വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. പിന്നീടുള്ളത് വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പാണ്. ഈ 3 വകുപ്പുകളും ഇടപെടുന്നില്ല എന്നാണ് ഭിന്നശേഷിക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഭിന്നശേഷി കമ്മീഷനും ഈ വിഷയത്തിൽ കേസെടുക്കാനോ സർക്കാരിനോട് ഇത്തരത്തിൽ അന്വേഷണം നടത്താനോ ആവശ്യപ്പെടുന്നില്ല എന്നാണ് ഭിന്നശേഷിക്കാർ പറയുന്നത്. കാരണം പൂർണ്ണമായും കാഴ്ച വൈകല്യമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആളുകൾ ഇപ്പോഴും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ വർഷങ്ങളായിട്ട് എംപ്ലോയ്മെന്റ് ഈ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് പിന്നീട് വന്ന ഈ സീനിയോറിറ്റി മറികടന്ന് ചില ആളുകൾ ഇത്തരത്തിൽ വ്യാജ രേഖകളൊക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് എയ്ഡഡ് മേഖലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ജോലിക്ക് വേണ്ടി എത്തുന്നതെന്നാണ് ആരോപണം ഉയരുന്നത്. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഭിന്നശേഷിക്കാർ ആവശ്യപ്പെടുന്നത്. സുജയ, ഓക്കെ, ആ ഇടപെടൽ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അർഹരായവരൊക്കെ ജോലിക്ക് കയറട്ടെ. അവരൊക്കെ ലോട്ടറി വിറ്റും മറ്റ് തൊഴിലുകൾ ചെറിയ തുകയ്ക്ക് ചെയ്തുമൊക്കെ അവരൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട ജോലിയാണല്ലോ ഇവരൊക്കെ തട്ടിയെടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമവും തോന്നുന്നു. താങ്ക് യു. സിനോജ് തോമസ് ആണ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്ന്.